വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് ഞാനിവിടെ എല്ലാവർക്കും ഒത്തിരി ഇഷ്ടമുള്ള ഗുലാബ് ജാമുനാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ഗുലാബ് ജാമുൻ ഉണ്ടാക്കുന്നതിനായിട്ട് ഞാൻ ഒരു ബൗളിൽ കുറച്ച് റവ എടുത്തിട്ടുണ്ട്. നമുക്ക് ഒന്ന് പാനിലൊന്ന് ചൂടാക്കി എടുക്കണം. അപ്പോൾ ഫ്രൈ പാൻ ഞാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നെയ്യ് ചൂടായി കഴിയുമ്പോൾ നമുക്ക് റവ ഇതിലൊന്നിട്ട് വറുക്കണം. ഇത് ഒരുപാട് വറുക്കേണ്ട കാര്യമില്ല, ശരിക്കും ഒന്ന് ചൂടായാൽ മാത്രം മതി. റവ നല്ലവണ്ണം ചൂടായിട്ടുണ്ട്. ഒരു ബ്രൗൺ നിറമാവാൻ നിൽക്കണ്ട. ഇത് നല്ലവണ്ണം ചൂടായി കഴിയുമ്പോൾ ചെറിയൊരു സ്മെല്ലൊക്കെ വരും. ഇത് നല്ലവണ്ണം ചൂടായിട്ടുണ്ട്. നമുക്കിതിലേക്ക് പാൽ ഒഴിച്ചു കൊടുക്കാം. നമ്മൾ റവ എടുത്ത പാത്രത്തിൽ തന്നെ 2 കപ്പ് പാലാണ് ചേർക്കുന്നത്. ഞാൻ ഈ പാത്രത്തിലായിരുന്നു റവ എടുത്തത്. അപ്പോൾ ഈ പാത്രത്തിൽ തന്നെ നമ്മൾ 2 കപ്പ് പാല് ചേർത്ത് കൊടുക്കുകയാണ്. നല്ലവണ്ണം ഇളക്കി കൊടുക്കണം. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. നന്നായി ഇതൊന്ന് കുറുകി വരണം. ഇത് പാല് നല്ലോണം കുറുകി തുടങ്ങിയിട്ടുണ്ട്. അപ്പം നമുക്കിത് ഇതുപോലെ നല്ല പാകമായിട്ടുണ്ട്. വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട്. ഇനി നമുക്കിത് തീ ഓഫ് ചെയ്യാം. നമുക്കിതിൽ ചൂടാറണം. അപ്പോൾ ഇത് ചൂടാറാൻ വയ്ക്കാം. അപ്പോഴത്തേക്കും നമുക്ക് പഞ്ചസാര പാനി ഉണ്ടാക്കാം. അപ്പോൾ ഞാൻ പാനി ഉണ്ടാക്കാനായിട്ട് അടുപ്പത്ത് പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് റവ അളന്ന ആ ബൗളിൽ തന്നെയാണ് ഞാൻ പഞ്ചസാര അളന്നേക്കണത്. അപ്പോൾ ഇത് 1.5 ബൗൾ പഞ്ചസാരയുണ്ട്. അത് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. നമുക്കിതിലേക്ക് 2 ബൗൾ വെള്ളം ഒഴിച്ചു കൊടുക്കാം. നമുക്കിതൊന്ന് തിളപ്പിച്ചെടുക്കണം. അപ്പോൾ നമ്മുടെ പാനിക്ക് അത് തിളച്ച് വരുമ്പോഴത്തേക്കും നമുക്ക് റവ ഒന്ന് കുഴച്ചെടുക്കണം. ചെറിയ ചൂടോടുകൂടി തന്നെ വേണം കുഴയ്ക്കാൻ. ഇതിപ്പോൾ ഒത്തിരി ടൈറ്റാണെങ്കിൽ നമുക്ക് കുറച്ച് പാലും കൂടി ഒഴിച്ചു കൊടുത്ത് കുഴച്ചെടുക്കാം. അപ്പോൾ ഞാനിത് നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. എനിക്കിതിൽ പാൽ ഒഴിക്കേണ്ടി വന്നില്ല, അല്ലാതെ തന്നെ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് പാനി നോക്കാം. ഇപ്പോൾ നമ്മുടെ പാനി ഇവിടെ തിളച്ചുകൊണ്ടിരിക്കുകയാണ്. ചെറുതായി ഒട്ടുന്ന ഒരു പാകം വരണം. അതുവരെ ഇതൊന്ന് തിളക്കട്ടെ. ഇപ്പോൾ നമ്മുടെ പഞ്ചസാര പാനി ഏകദേശം പാകമായിട്ടുണ്ട്. ചെറിയൊരു തിക്കായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി 1/4 ടീസ്പൂൺ നാരങ്ങ നീര് ചേർത്ത് കൊടുക്കാം. നമുക്ക് തീ ഓഫാക്കാം. കണ്ടത് ചെറിയൊരു കട്ടിയായിട്ടുണ്ട് ഇതിന്. ഇതാണ് പാകം. ഇനി നമുക്ക് റവ നമുക്ക് ചെറിയ ബോളായിട്ട് എടുക്കണം.
കയ്യിൽ ഒട്ടാതിരിക്കാൻ വേണ്ടി ഞാൻ നെയ്യ് ചെറുതായിട്ട് തൂത്ത് എടുത്തിട്ടുണ്ട് കയ്യിൽ. അപ്പോൾ നമുക്കത് ചെറുതായി ബോൾസ് ആക്കി എടുക്കണം. അപ്പോൾ ഞാനെല്ലാം ഇതുപോലെ ബോളാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒന്ന് വറുത്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഓയിൽ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഓയിൽ നല്ലോണം ചൂടായിട്ടുണ്ട്. നമുക്കിതിലേക്ക് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. നമ്മളിത് തീ കുറച്ച് വേണം വേവിക്കാനായിട്ട്. ഒരുപാട് തീ കൂട്ടിയിട്ടുണ്ടെങ്കിൽ ഉള്ളു വേവില്ല. അപ്പോൾ തീ കുറച്ച് വേവിച്ചെടുക്കണം. ചെറിയൊരു ബ്രൗൺ നിറമാകട്ടെ. ഇതെല്ലാം നല്ല ബ്രൗൺ നിറമായിട്ടുണ്ട്. നമുക്കത് പാത്രത്തിലേക്ക് മാറ്റാം. ഇനി ബാക്കിയുള്ളതും കൂടെ ഞാൻ ഇതുപോലെ ഒന്ന് വറുത്തെടുക്കട്ടെ. അപ്പോൾ ഞാൻ എല്ലാ ബോളും ഇതുപോലെ വറുത്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് പാനിയിലിട്ട് ഒന്ന് ചൂടാക്കണം. ഇതൊന്ന് തിളക്കട്ടെ. ഇതിൻ്റെ ഉള്ളിൽ കിടന്നൊന്ന് കുതിരാൻ വേണ്ടിയിട്ടാണ്. തിളച്ച് കഴിയുമ്പോൾ നമുക്കിത് ഓഫ് ചെയ്യാം. അപ്പോൾ ഇത് നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. നമുക്കിത് ഓഫ് ചെയ്യാം. നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. അപ്പോൾ ഞാനിത് സെർവിങ് ഡിഷിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇത് 2 മണിക്കൂറെങ്കിലും ഈ പാനിയിൽ കിടക്കണം, എന്നാലാണ് അതിൻ്റെ ടേസ്റ്റ് ആവുള്ളൂ. അത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഗുലാബ് ജാമുനാണിത്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി അമർത്തിയാൽ ഞാനിടുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും. താങ്ക്